ദൈവനാമത്തിന് മഹത്വം. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തീയ വന്ദനം. നമ്മൾ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ യോസേഫ് എന്ന് പറയുന്ന മനുഷ്യനെ അതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നു. യോസേഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നക്കാരനായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. യാക്കോബിൻ്റെ ഏറ്റവും ഇഷ്ടപുത്രനാണ് യോസേഫ്. അപ്പോൾ നമ്മൾ യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോസേഫ് ഒരു പുറവുറുപ്പില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുൾപ്പെടെയുള്ളവർ തന്നെ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടപ്പോഴും തന്നെ പൊത്തിഫാറിന്റെ ഭവനത്തിൽ വിട്ടപ്പോഴും കാരാഗൃഹത്തിൽ ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ വിട്ടപ്പോഴും അദ്ദേഹം ഒരു പുറമുറുപ്പുമില്ലാതെ ദൈവത്തോട് നല്ല ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. തന്നെ തെറ്റിന് വേണ്ടി പ്രേരിപ്പിച്ചപ്പോഴും താൻ ഒരു നീതിമാനാണെന്നും തന്നെ അതിനെ നിർബന്ധിക്കരുത് എന്ന് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ ഒരു പാപവും ചെയ്യാത്ത ഒരു മനുഷ്യനായിട്ട് നമുക്ക് യോസേഫിനെ കാണാൻ കഴിയുന്നു. യോസേഫ് തൻ്റെ ഇഷ്ടപുത്രൻ, യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ യോസേഫ് തൻ്റെ സഹോദരന്മാരെ ഒറ്റപ്പെട്ടിട്ടും ദൈവം അവനെ ഏറ്റവും ഉയർത്തുകയാണ് നമുക്ക് വ്യക്തമായിട്ടും കാണുവാൻ കഴിയുന്നു. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗത്തിൽ